ഇനി വയ്യ ഉണ്ണിമാമേ, മടുത്തു, ഒക്കെ മടുത്തു. മരിക്കാൻ കൂടി യോഗമില്ലല്ലോ എനിക്ക്. ഞാനില്ലാണ്ടായ സ്വന്തം മക്കളുടെ നേർക്ക് തമ്പുരാൻ തിരിയോന്ന അച്ഛമ്മയുടെ പേടി. തമ്പുരാനോടുള്ള കടപ്പാട് തീർക്കണമെങ്കിൽ, പാങ്ങോട്ടുകാരോട് അച്ഛമ്മയ്ക്ക് ജയിക്കണമെങ്കിൽ തമ്പുരാന്റെ മുമ്പില് ഞാൻ തോൽക്കേ തരുള്ളൂ. അങ്ങനെ ഞാനും വേണ്ടി വന്ന അന്നത്തോടെ ഞാൻ എല്ലാം തീർക്കും. വടക്കേക്കര തറവാടിന്റെ എല്ലാ ശാപങ്ങളും അതോടെ തീരും. അരുതാത്തൊന്നും ചിന്തിക്കരുത് കുട്ടി. ഈ ചെറിയ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് അനുഭവിച്ചില്ല നീ. അതിനൊക്കെ നേരിട്ടൊരു മനസ്സില്ല നിനക്ക്. ആ മനസ്സിനെ താത്തരുത്. എന്നെങ്കിലും ഒരിക്കൽ ദുരിതങ്ങളുടെ എഴുത്തട പറയുന്ന ഈശ്വരൻ എന്റെ മോക്ക് ഒരു മോചനം തരാതിരിക്കുവോ? ഈശ്വരൻ തരില്ല എന്ന് വാശി പിടിച്ചതൊന്നും ഞാൻ മോഹിക്കണില്ല ഉണ്ണിമാമൻ. ഒറ്റ സങ്കടേ ബാക്കിയുള്ളൂ. ഉണ്ണിമാമെ അച്ഛന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എനിക്ക്. മോളെ, അന്ന് കാരണവന്മാരും അച്ഛമാമയൊക്കെ എതിർത്തപ്പോ എന്റെ അമ്മയെ വിളിച്ചിറക്കിക്കൊണ്ട് പോവായിരുന്നില്ലേ ഉണ്ണിമാമയ്ക്ക്? എങ്കിൽ ഉണ്ണിമാമയുടെ മോളായിട്ട് ജനിക്കായിരുന്നല്ലോ എനിക്ക്. കരയല്ലേ മോളെ? കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ കാക്കരക്കാവിലെ മഞ്ഞച്ചമ്പക ചോട്ടിലിരുന്ന് കരയായിരുന്നു ഈ ഉണ്ണിമാമ. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ വരാൻ. കണ്ണടയ്ക്കണതിന് മുമ്പ് ഈ മുറ്റത്തൊരിക്കൽ കൂടി കാണാൻ ഭാഗ്യം ഉണ്ടായല്ലോ ഉണ്ണിയെ. ഈ മുറ്റത്തിന് ചവിട്ടില്ലാന്ന് ആണയിട്ട് ഇറങ്ങിയിട്ട് കൊല്ലങ്ങളായല്ലോ. ഇത്തരം വരാപ്പ എന്താ ഉണ്ടായാണാവോ വിശേഷം? കൃഷ്ണനുണ്ണിക്ക് വിശേഷമൊന്നുമില്ല. മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളേ ഉള്ളൂ. കാക്കരക്കടവുകാർക്ക് അടക്കം പറഞ്ഞ് ചിരിക്കാൻ വിശേഷങ്ങൾ ഉണ്ടാവണു ഈ തറവാട്ടിന്ന്. മനസ്സിലായില്ല. അച്യുതേട്ടൻ പലതും മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു. അപ്പം കൊടുത്ത് അടിമകളെ ഉണ്ടാക്കുന്നവൻ ആ തമ്പുരാൻ. അവന്റെ അച്ഛൻ ജയവർദ്ധൻ തമ്പുരാൻ നടക്കുന്ന വഴിയിലൊന്നും മാനം കെടാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയിരുന്നില്ല. ആ ചോര തന്നെ ഇവന്റെ തടിമല്. കൃഷ്ണുണ്ണി മതി, നിന്നേക്കാൾ 5-6 ഓണം അധികം ഉണ്ടവനായി അച്യുതൻ. എന്നിട്ടും അച്യുതേട്ടൻ ഈ കാണിക്കുന്നതൊക്കെ സാവിത്രി കുട്ടി പ്രതാപവർമ്മയ്ക്കാരാ. ഒരു താലിയിടുവോ അയാൾ അവന്റെ കഴുത്തില്? വേണ്ട, ഒരു പുടവ കൊടുക്കുവോ കുട്ടിക്ക്? ഉത്തരം ഞാൻ പറയാതെ തന്നെ ഇയാൾക്ക് അറിയാലോ. അതിന്റെ വിധി അത് മാറ്റി എഴുതാ ഒക്കും ഇയാൾക്ക്. വിധിയല്ലല്ലോ ഇപ്പൊ അതിനെ കണ്ണിട്ട് കുടിപ്പിക്കണത്. വിധിക്കുമേലെ നിങ്ങൾ കെട്ടിവെച്ച ദുരിതമല്ലേ? എടോ, പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പാ. ഒരു പരിഹാരം ഉണ്ടോ ഇയാൾക്ക് നിർദ്ദേശിക്കാൻ? അച്ഛനും അമ്മയും ഇല്ലാത്തതാണ് ആ കുട്ടിക്ക്. ഇനിയും അതിന്റെ കണ്ണീരി മുറ്റത്ത് വീണാൽ ദൈവം പൊറുക്കില്ല. വേണ്ട, പുറക്കണ്ട. അന്നത്തിനും അട്ടിക്കും വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതിയിൽ എത്തിരിക്കണു. 5 പെമ്മക്കളാടോ എനിക്ക്. ഈ തറവാടിന്റെ സുഹൃതക്ഷങ്ങളൊക്കെ കണ്ടു. കാരണവന്മാരുടെ അസ്ഥിത്തറയും കൂടി കടപ്പെട്ടു. ഒന്നു ബാക്കിയുണ്ടായിരുന്നു, ഈ കുടുംബത്തിന്റെ അന്തസ്. പ്രതാപവർമ്മ ഈ പടി കയറിയപ്പോ അതും കൂടി നഷ്ടപ്പെടുത്തി. ഒക്കെ നശിപ്പിച്ച അച്യുതേട്ടന് അതെങ്കിലും ബാക്കി വെക്കായിരുന്നു. വടക്കേക്കര തറവാട്ടിലെ ശാപങ്ങളൊക്കെ തുടങ്ങിയത് സാവിത്രിക്കുട്ടി ജനിച്ചതിന് ശേഷാത്രേ. എല്ലാരും പറഞ്ഞു പറഞ്ഞ് അതൊരു വിശ്വാസമായി. അവളെ പ്രസവിച്ച സുഭദ്ര പിന്നെ കണ്ണു തുറന്നില്ല. പെറ്റിട്ട കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ അമ്മയ്ക്ക് വിധിയുണ്ടായില്ല. ചോറൂണിന്റെ അന്ന് അച്ഛൻ മരിച്ചു. മുമ്പേ ഒരു ആസ്മാരോഗിയായിരുന്നു അയാൾ. എന്നിട്ടും കുടുംബക്കാരുടെ വർത്തമാനത്തില് അത് സാവിത്രിക്കുട്ടിയുടെ ജന്മദോഷമായി. പിന്നീട് അങ്ങോട്ട് വടക്കേക്കര തറവാട്ടിൽ ഒരു പശുവിന് സൂക്കേട് വന്നാൽ, അച്യുതേട്ടൻ ഒരു കേസിൽ തോറ്റാൽ, ആ പറമ്പിലൊരു കാക്ക ചത്തു വീണാൽ എല്ലാം സാവിത്രിക്കുട്ടിയുടെ ജന്മദോഷം. സ്വന്തം ദുർവിധികളുടെ നേർക്ക് ചിരിക്കാൻ മാത്രം പഠിച്ച കൊച്ചു സാവിത്രിക്കുട്ടി എല്ലാവർക്കും ഒരു ചതുർത്ഥിയായിരുന്നു. അച്യുതേട്ടന് ഇഷ്ടമല്ലായിരുന്നിട്ടും അന്നൊക്കെ ലക്ഷ്മിയമ്മയുടെ കയ്യും പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് അവളെന്നെ കാണാൻ വരും. കൂട്ടുകൂടാൻ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അറച്ചു നിന്നപ്പോ ഞാൻ അവൾക്ക് കളിക്കൂട്ടുകാരനായി. പിന്നെ വളർന്നപ്പോ സംഗീതം പഠിപ്പിക്കുന്ന ഗുരുവായി. അവളുടെ ഉണ്ണിമാമയായി. അന്ന് അവളുടെ കൂടെ സംഗീതം പഠിക്കാൻ എന്റെ അകന്ന ചാർച്ചയിൽപ്പെട്ട ഒരു അനന്തരവനുണ്ടായിരുന്നു, മിടുക്കൻ ഹരികൃഷ്ണൻ. സംഗീതമാവാം അവരെ തമ്മിൽ അടുപ്പിച്ചത്. പിന്നെ
അറിഞ്ഞോ അറിയാതെയോ ഞാനും. അവരൊരുമിച്ച് ജീവിക്കുന്നത് കാണാൻ മറ്റാരേക്കാളും കൂടുതൽ കൊതിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ദൈവനിശ്ചയം മറിച്ചായിരുന്നു. ജാതകങ്ങൾ ചേർന്നില്ല. പടിപ്പര കടന്ന് സാവിത്രിക്കുട്ടിയുടെ ശാപം പിന്നെയും അവളെ തേടിയെത്തി. ഹരികൃഷ്ണൻ വിഷം തീണ്ടി മരിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും സാവിത്രിക്കുട്ടി പിന്നെയും ദുശകുനമായി. ആയിടയ്ക്കാണ് എഞ്ചിനീയറായ സൂര്യനാരായണൻ തലമാറ്റം കിട്ടി ഇവിടെ എത്തിയത്. എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ മകൻ. കുറച്ചുനാൾ എന്നോടൊപ്പം അയാൾ ഈ വീട്ടിൽ തങ്ങി. സാവിത്രിക്കുട്ടിയെ അയാൾ ശ്രദ്ധിച്ചു. അവളുടെ കഥകൾ കേട്ടപ്പോൾ സഹതാപം തോന്നിക്കാണണം അയാൾക്ക്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കുവാൻ അയാൾ തയ്യാറായി. ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ സാവിത്രിക്കുട്ടിയും സമ്മതിച്ചു. അമ്മയുടെ അനുവാദം വാങ്ങി അമ്മയെയും കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയതാണ് അയാൾ. പക്ഷേ സാവിത്രിക്കുട്ടിക്കൊരു ജീവിതവുമായി സൂര്യനാരായണൻ മടങ്ങി വന്നില്ല. ബോംബെയിൽ എവിടെയോ വെച്ച് ഒരു ആക്സിഡന്റ്. അവളുടെ ശാപങ്ങളുടെ പട്ടികയിൽ അതുകൂടി എഴുതി ചേർത്തു നാട്ടുകാർ. എന്റെ മോൾ ഇപ്പോഴും കരയുന്നു. വടക്കേക്കര തറവാടിന്റെ തകർച്ച മുതലെടുത്ത്, അവളുടെ വിധിയെ മുതലെടുത്ത്, അവളെ വേട്ടയാടുന്ന ആ തമ്പുരാന്റെ കൈകളിൽ രക്ഷപ്പെടാൻ. അപ്പോ ആ തമ്പുരാൻ സാവിത്രിക്കുട്ടിയുടെ ആരുമല്ല, അവൾക്ക് കിട്ടിയ പുതിയൊരു ശാപമാണ് ആ തമ്പുരാൻ. അതിന്റെ ജീവിതം ഇനി എന്നും ഇങ്ങനെ? ഒരിക്കലും ഇതിനൊരു മാറ്റം ഉണ്ടാവില്ലേ? ഈശ്വരൻ വിധി എഴുതുന്നത് കടലാസിലോ കരികല്ലിലോ അല്ലല്ലോ, മായ്ക്കാനും മാറ്റാനും. വിശ്വസിക്കാൻ പറ്റുന്നില്ല, സഹിക്കാനും. എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ഒരു ദേവിയാണെന്നാ വിചാരിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ദേവി. ആദ്യം കണ്ടപ്പോ മുതല് അങ്ങനെ കരുതിയിട്ടുള്ളൂ മനസ്സിൽ. ആരാധിച്ചു പോയി അറിയാതെ. പാട്ട് കേട്ടപ്പോ എന്നെ തന്നെ മറന്ന് അവിടെ കയറി വന്നത് തെറ്റാണ്, അറിവില്ലായ്മ. ദേവി, രക്ഷപ്പെടണമെന്ന് തോന്നിയിട്ടില്ലേ? രക്ഷപ്പെട്ടൂടെ? സുഹൃത്തുക്കളെ, ഇതാ മേശപ്പുറത്തിരിക്കുന്ന 4 സോഡാ കുപ്പികൾക്ക് മുകളിലായി തന്റെ സൈക്കിൾ നിർത്തി അതിനു മുകളിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവനെ പോലും വകവയ്ക്കാതെ ശ്രീമാൻ ശംഖു കാഴ്ചവെക്കുന്ന സൈക്കിൾ ബാലൻസിംഗ് പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകടം നിറഞ്ഞതുമായ ഒരു ഇനമാണ് വിജയകരമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ കുട്ടികളെ ചേർന്നത് കൈയടിച്ച് അടിക്കൈ. ഒന്നുമില്ല, ഇങ്ങനെയൊന്നും അബദ്ധം സംഭവിക്കാത്താണല്ലോ നിനക്ക്. നേരം എത്രയായി? സാവിത്രി ചുറങ്ങണില്ലേ? അമ്മമ്മ തിരക്കണുണ്ടായിരുന്നു. അത്താഴം കഴിച്ചില്ലല്ലോ ഇന്ന്. വിശപ്പ് തോന്നാഞ്ഞിട്ടാ. എന്താ ആലോചിക്കണത്? ഒന്നുമില്ല. പത്മിനി കിടന്നോളൂ, ഞാൻ വന്നോളാം. എന്താ? ഞാൻ കുറച്ച് കാശ് തരാൻ വന്നതാ, വാടക. ഇന്നലെ സൈക്കിളിൽ നിന്ന് വീണു കേട്ടു. എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. വീഴുവന്നേ. നിക്കു കേട്ടോ, ഞാൻ കുടിക്കാതിരി സംഭാരം എടുത്തോണ്ട് വരാം. വീഴുവാ? ചിലപ്പോ വീഴും, പക്ഷെ ഒന്നും പറ്റില്ല. ആരാധിക്കുന്ന ഒരു ദേവിയുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദേവി. കൺകെട്ടുകാരനെയും ആ ദേവി കാത്തു രക്ഷിച്ചോളൂ. എന്തെങ്കിലും ഒരു കൺകെട്ട് കാണിക്കോ? ഞങ്ങൾക്കൊന്ന് കാണാനാ. അവിടെ വന്ന് കാണാൻ അച്ഛൻ സമ്മതിക്കില്ല. കുട്ടികളുടെ ആഗ്രഹമല്ലേ, എന്തെങ്കിലും ഒന്ന് കാണിക്കൂ.
കാണിക്കാം ഒന്ന് കാണിക്കാം. കാണിക്കാം കാണിക്കാം. എന്താ ഇപ്പൊ കാണിക്കുന്നത്? കാണിക്കുന്നേ. ആ. എന്താ ഇത്? കയറ്. ആണോ? ഇപ്പൊ നോക്കിക്കോണേ. ദേവി തല്ല തല്ല തല്ല. ഇതങ്ങനെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ ആരാധിക്കുന്ന ഒരു ദേവി ഉണ്ടെന്ന്. ആ ദേവിക്കുള്ളതാണ് ഈ മാല. ശരി വരട്ടെ. നീ ഇങ്ങനെ വാശി പിടിക്കരുത്. തമ്പുരാന്റെ സ്വഭാവം അറിയാലോ. എല്ലാം വരുത്തി വെച്ചിട്ട് മനസ്സില്ല എനിക്ക്. സാവിത്രിക്കുട്ടി, അച്ഛമാമ ധർമ്മസങ്കടത്തിലാക്കല്ലേ മോളെ. മോള് സ്വന്തം മോളായിരുന്നെങ്കിൽ പറയൂ അച്ഛമാമ. സാവിത്രിക്കുട്ടി സുഖമില്ലാതെ കിടപ്പാ. പറയണത് കള്ളമാണേലും അത് മുഖത്ത് നോക്കി പറയണോടോ നായരെ. തമ്പുരാനെ വേണ്ട, വിശദീകരണം ആവശ്യമില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാമെന്നല്ലാതെ പ്രതാപവർമ്മയ്ക്ക് വടക്കേക്കരയ്ക്കുള്ള വരവുകൊണ്ട് ലാഭമൊന്നുമില്ല ഇല്ലേ? ആയിക്കോട്ടെ, ഇത്തവണ കൂടി വിഡ്ഢിവേഷം കെട്ടിക്കോളാന്ന് സാവിത്രിക്കുട്ടിയോട് പറഞ്ഞേക്ക്. തിങ്കളാഴ്ച മദ്രാശിക്ക് മടങ്ങും. അതിനു മുമ്പ് സാവിത്രിക്കുട്ടി ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ വടക്കേക്കര തറവാട്ടിലേക്കുള്ള തമ്പുരാന്റെ വരവ് നിൽക്കും. അതുകൊണ്ട് എന്താ ദൂഷ്യം ഉണ്ടാന്ന് അറിയാലോ അച്ഛൻ നേർക്ക് ഇല്ലേ? തമ്പുരാനെ, ഇന്നോളം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്താ ഇപ്പൊ വേണ്ടേ? ഒരു പുടവ് കൊടുക്കൂ എന്റെ കുട്ടിക്ക്, എന്നിട്ട് എന്താന്ന് വെച്ചാ ആയിക്കോളൂ. അപ്പോ എന്റെ ജത കൂടെ എരിയണത് കാണണം തള്ളയ്ക്ക് അല്ലേ? തമ്പുരാനെ, അല്ലാതെ ഇപ്പൊ എന്തിനാ പ്രതാപവർമ്മ സാവിത്രിക്കുട്ടിക്ക് പുടവ കൊടുത്തോ കൊടുത്തില്ലേന്ന് ചോദിക്കണുണ്ടോ ആരേലും? ഈ തറവാടിന്റെ മാനം. ഓഹോ, അങ്ങനൊന്നുണ്ടോ വടക്കേക്കരയ്ക്ക്? അത് അച്ഛൻ നായർ പറഞ്ഞില്ലല്ലോ. ലക്ഷ്മി അമ്മ നടക്കാത്ത കാര്യങ്ങൾ ഒന്നും ചിന്തിക്കണ്ട. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാ കൊള്ളാം. എന്താ? ചെല്ലുന്നിടത്തും വിചാരിക്കുന്നിടത്തും ഒക്കെ കൂട്ടിന് തമ്പുരാന് പേർ ഇഷ്ടം പോലെ പെൺകുട്ടികളില്ലേ? എന്നിട്ടും സാവിത്രിക്കുട്ടിയെ എന്തിനാ വെറുതെ? ദയവ് ചെയ്ത് തമ്പുരാൻ ഇനി ഇവിടെ വരരുത്. ആ കുട്ടിയെ ഉപദ്രവിക്കരുത്. പ്രതാപവർമ്മ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. തമ്പുരാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ സാവിത്രിക്കുട്ടിയെ വെറുതെ വിടണമെന്ന് ഞാൻ പറഞ്ഞോളൂ. അത് തീരുമാനിക്കാൻ നീ ആരാ? അവളുടെ സമ്മതക്കാരനോ? തോന്നുമ്പോ ഇവിടെ കയറി വന്ന് അവരെ ശല്യപ്പെടുത്താൻ നമ്മളാരാ? സംബന്ധക്കാരനോ? വേണ്ട. അടിച്ചാൽ ഏത് പൊന്ന് തമ്പുരാനെയും തിരിച്ചടിക്കണമെന്നുള്ളത് എന്റെ നിർബന്ധമാണ്. ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. തെരുവ് ജീവിക്കുന്ന എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ തമ്പുരാൻ അങ്ങനെയല്ല. ഊരും പേരുമില്ലാത്ത ആ തെണ്ടിയാണോ വടക്കേക്കരത്തെ കാര്യക്കാരൻ? എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവൻ ആരധികാരം കൊടുത്തു അറിയണം എനിക്ക്. തമ്പുരാൻ ക്ഷമിക്കണം. ഇവിടത്തേക്ക് എതിരായിട്ട് ഞങ്ങൾ ആരെങ്കിലും മിണ്ടുവോ? രാവും പകലുമില്ലാതെ ചാരായം കുടിച്ചിറക്കണ വിവരദോഷി എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട്. വിവരദോഷമായിട്ട് തോന്നിയില്ല എനിക്ക്. തീയില്ലാണ്ട് പുക ഉണ്ടാവില്ല എന്ന് അറിയാലോ അതെനിക്ക് ഇല്ലേ? അറിയാം. എങ്കിൽ പിന്നെ ആ തീ എവിടുന്നാണെന്ന് അറിയണ്ടേ? വേണ്ടടോ? വേണം. അച്ഛൻ നേരെ ബുദ്ധിമുട്ടണ്ട. പ്രതാപവർമ്മയുടെ മുമ്പിൽ വാലാട്ടാത്ത ഒരു പട്ടിയും ഈ കാക്കരക്കടവിൽ കുറച്ചിട്ടില്ല. അത് ഓർമ്മയുണ്ടായാ മതി. പറഞ്ഞു കൊടുത്തേക്ക് മരുമോളോടും. വടക്കേക്കര തറവാട്ടിൽ ആരൊക്കെ വരണം ആരൊക്കെ വരണ്ടാതെ തീരുമാനിക്കാൻ എവിടുന്നോ തെണ്ടി തിരിഞ്ഞു വന്ന സർക്കസുകാരൻ. അവനും ഈ തറവാട് തമ്മിൽ എന്താ ബന്ധം? നിന്നെ തമ്പുരാൻ കാണണോ കാണണ്ടോ നിശ്ചയിക്കാൻ അവൻ നിന്റെ ആരാ? ഇതുവരെ ഈ തറവാടിന് ശാപായിരുന്നു നീ. ഇനിയിപ്പോ തറവാടിന് കളങ്കാവണോ? ആവശ്യമില്ലാത്ത എന്തെങ്കിലും മനസ്സിൽ നിരത്തുണ്ടെങ്കിൽ വേണ്ട. അത് പ്രതാപവർമ്മ തമ്പുരാനെതിരായി
ഒരു ഇല അനങ്ങില്ല ഈ കാക്കരക്കടവില്. അതല്ല, എല്ലാറ്റിനെയും കൂടി പടിയിറക്കി തെണ്ടിക്കാനാ ഭാവച്ചാ പറഞ്ഞാ മതി. 5 ഉണ്ടല്ലോ, ഒക്കേറ്റിനും വിഷം കൊടുത്തിട്ട് ചത്തോളാം ഞാനും. ജീവിക്കാൻ തമ്പുരാന്റെ സഹായം വേണം, മരിക്കാൻ നിന്റെ സമ്മതം. ഏതാ വേണ്ടത് തീരുമാനിച്ചോളൂ. ഭീമ, ഓ ആ വരവിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം സൽക്കാരം ഒന്നും വേണ്ട. നാരിയോനെ പേറിയൊരു നാറെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നാറി, എല്ലാം കൊണ്ടും നാറി. എന്ത് പറ്റിയാവോ? പറ്റാൻ ഇനി ഒന്നുമില്ല. കൂടുതൽ എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് ഇവിടുന്ന് കുറ്റിയും പറിച്ച് പൊക്കോളണം. ഇനി ഈ കളി ഇവിടെ വേണ്ട. കേറി മുറത്തിക്കറി കൊത്താൻ തുടങ്ങി തെണ്ടികള്. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ കാര്യം എന്താന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അതെ, ആ തല തെറിച്ചവനുണ്ടല്ലോ, സൈക്കിൾ അഭ്യാസി ശങ്കു, അവനോട് ചോദിക്ക്, അവൻ പറയും എന്താ കാര്യം. മനസ്സിലായില്ല അല്ലേ? ഇനി ഇവിടെ നിന്ന തമ്പുരാന്റെ ആൾക്കാർ മനസ്സിലാക്കി തരും. അത് അവനോടുകൂടി പറഞ്ഞേക്ക്.